രാഹുൽ മാങ്കൂട്ടം വിഷയം തന്നെയാണ് ഇന്നും ചർച്ചയായിട്ടുള്ളത്. ഈ രാഹുൽ ഈശ്വർ, എൻ്റെ മാൻ, ഇയാൾ ഇത്ര പോയ്സണാണെന്നുള്ളത് ഞാൻ ഈ വിഷയത്തിൽ ഇയാളുടെ ഒരു അപ്രോച്ച് കാണുമ്പോഴാണ് സത്യത്തിൽ റിയലൈസ് ചെയ്യുന്നത്. ഈ ചെങ്ങായിക്ക് എങ്ങനെയെങ്കിലും ഈ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി പുറത്ത് വിടണം എന്നുള്ളൊരു സ്കീമിലാണ് ഇയാൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടിയുള്ള മാനിപ്പുലേഷൻസ്, അതിനുവേണ്ടി ചർച്ചകളിൽ ഓരോ സാധനങ്ങൾ ഇട്ടും എറിഞ്ഞും കൊടുക്കലുമായിട്ട് ഇയാൾ പെട്ടെന്ന് പെരങ്ങുകയാണ് ഇതിനകത്ത്. എന്നാൽ ഇയാളുടെ ഉദ്ദേശം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ മാതിരി, ഒന്ന് തന്ത്രിയുടെ അടുത്ത് വരെ എത്തി ശബരിമലയും സ്വർണ്ണവും, അതൊന്നും വല്ല ഡൈവേർട്ട് ആവണം. രണ്ടാമത്തെ വിഷയം ഈ മെൻ കമ്മീഷൻ, ഓക്കെ, ഇതിൻ്റെ തലപ്പത്ത് വന്നിരുന്ന് അയാൾ മെയിനാവണം എന്നുള്ളൊരു സ്കീമിൽ കാര്യങ്ങൾ ഇപ്പം ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് സാധനമായി കിട്ടി, മനസ്സിലായോ? അപ്പോൾ ഇതിൽ കിടന്ന് കുറച്ച് ഒച്ചയുമ്പോഴേക്ക് ഉണ്ടാക്കി ആ ഒരു മെൻ കമ്മീഷൻ എങ്ങനെയെങ്കിലും പാസ്സാക്കിയെടുത്ത് അതിൻ്റെ തലപ്പത്ത് വന്നിരിക്കണം ആശാന്. കാഞ്ഞ വിളവടെ ഒന്നും പറയാനില്ല. കാരണം ഇവിടെ ആണുങ്ങൾക്കാണ് ചോദിക്കാനും പറയാനും ആളില്ലാത്തത് എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. കുറേ കാലമായിട്ട് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. പക്ഷെ അതിനു വേണ്ടി ഇതേപോലൊരു കള്ളനെ വെളുപ്പിച്ചിട്ട് വേണോ ഈ വന്നിരുന്നിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാക്കുക എന്നുള്ളൊരു ചോദ്യം ഞാൻ രാഹുൽ ഈശ്വറിനോട് ചോദിക്കുകയാണ്. ഓക്കെ, ഇനി ഇതിൽ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്ത സമയത്ത് പറഞ്ഞ കുറച്ച് പോയിൻറ്റ്സ് ഭയങ്കരമായിട്ടിപ്പോൾ ചർച്ചയാവുന്നുണ്ട്. ഒന്നാ സ്ത്രീ കല്യാണം കഴിച്ചത്, ഓക്കെ, ഈ വിക്ടിം കല്യാണം കഴിച്ചത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇത് രാഹുൽ മാങ്കൂട്ടം മാനിപ്പുലേറ്റ് ചെയ്തത് ഞാൻ എൻ്റെ രീതിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. രാഹുൽ മാങ്കൂട്ടം എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു, അതെങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൗത്ത് പീസായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അത് സർക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വിട്ടിട്ട് കുറച്ച് ലോജിക്കലി നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി രാഹുൽ ഈ മാങ്കൂട്ടത്തിനെ പോയിട്ട് ട്രാപ്പ് ചെയ്തു. എന്നിട്ട് കല്യാണം കഴിച്ച ഭർത്താവിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും പറ്റിച്ചു. ഓക്കെ, ആ ലേഡി ഏറ്റവും മോശക്കാരി എന്നുള്ള രീതിക്കാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഏറെക്കുറെ രാഹുൽ ഈശ്വർ ഇരുന്ന് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞു വയ്ക്കുന്നത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പറഞ്ഞ ജാമ്യാപേക്ഷയിൽ വളരെ എവിഡൻ്റ് ആയിട്ട് അയാൾ ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ ഇവരുടെ ഒരു തരം അജണ്ട ഉണ്ട് ഇതെങ്ങനെ വെളുപ്പിച്ചെടുക്കണം എന്നുള്ളത്. അത് കൃത്യമാണ് രണ്ടാളുടെ കാര്യത്തിൽ. ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഒരാളെ വെളുപ്പിക്കുന്നു, ഒരാൾ ജാമ്യാപേക്ഷയിൽ സ്വയം വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഫൈൻ, ആദ്യം നമുക്ക് ആ ജാമ്യാപേക്ഷയിലെ കുറച്ച് ഗ്രൗണ്ട്സ് നോക്കാം. ദി കംപ്ലീറ്റ് അലിഗേഷൻ മെയ്ഡ് ബൈ ദി ഡിഫാക്റ്റോ കംപ്ലയിൻറ്റ് ആർ ഫോൾസ്, frivolous and politically motivated. The victim in the case is journalist on ഒരു ടി വിയുടെ പേര് പറയുന്നുണ്ട്, എന്താണെങ്കിലും പുറത്ത് വന്നിട്ടുണ്ട്, ജനം TV, channel owned and run by BJP. The victim is recently married woman and her husband is a district leader of BJP. The victim and her husband are cohabiting together in Trivandrum in her flat. The case completely political motivated and a result of the political nexus of CPM and BJP in Kerala. ഒരു നറേറ്റീവ് ഉണ്ടല്ലോ, BJPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടി രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഫയർ ബ്രാൻഡിനെ, യങ് ലീഡറിനെ പെണ്ണ് കേസിൽപ്പെടുത്തി സൈഡാക്കാൻ നോക്കുന്നു. ഓക്കെ, ഈ സാധനമാണ് ഇപ്പോൾ ഇതുവരെ വായിച്ചതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ അവരുടെയൊക്കെ പേഴ്സ്പെക്റ്റീവിൽ എടുക്കാം. ഏത് രീതിക്ക് വേണമെങ്കിലും ഇത് പൊളിറ്റിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടൂളായതുകൊണ്ട് ഇത് BJP യൂസ് ചെയ്യും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും യൂസ് ചെയ്യും. ഇനി നാളെ കോൺഗ്രസിൻ്റെ കയ്യിൽ BJPയിലോ ഒരാളതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ ഒരാളതോ കിട്ടിക്കഴിഞ്ഞാൽ അവർ തിരിച്ചും യൂസ് ചെയ്യും. അപ്പോൾ അതിലൊന്നും ഈ പറഞ്ഞ മാതിരി യൂസ് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുകയൊന്നുമില്ല. ദി വിക്ടിം കോൺടാക്റ്റഡ് ദ പെറ്റീഷണർ ത്രൂ ഫേസ്ബുക്ക് ആൻഡ് മെയ്ഡ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് പെറ്റീഷണർ. ലേറ്റർ ഷീ ടോൾഡ് ദാറ്റ് ഹെർ ഹസ്ബൻഡ് ഈസ് കമ്മിറ്റിംഗ് domestic violence on her. The petitioner felt empathy towards victim upon hearing this. Later the relationship grew, which ended in a consensual sex relationship. The victim is educated and she knows right and wrong of the relationship. The allegation that the petitioner made her pregnancy is false. അതായത് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്നു. ഓക്കെ, ഈ ലേഡി രാഹുൽ മാങ്കൂട്ടത്തിനെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്നു എന്നാണ് പറയുന്നത്. ശരി, ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടു, തെറ്റാണോ? സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു യങ് ലീഡർ ആരാ കോൺഗ്രസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും വേണ്ടേ. ഞാൻ ഈ അടുത്തൊരു ന്യൂസിൻ്റെ ഒരു പ്രോഗ്രാമിൽ, മനോരമയുടെ ന്യൂസ് പ്രോഗ്രാമിൽ കണ്ടിട്ടുണ്ട്, ഈ ആളെ കാണിച്ചു കൊടുത്താൽ
ഈ ഡംഷ്രാഡ്സ് കളിക്കുമല്ലോ നമ്മൾ, അതുപോലെ അഭിനയിച്ച് കാണിച്ചു കൊടുത്താൽ നേതാവിൻ്റെ പേര് പറയുന്നൊരു സെറ്റപ്പ് പരിപാടി ഇവർ ചെയ്ത സമയത്ത് ആങ്കർ പോയിട്ട് ഒരു കുട്ടിയുടെ ചെവിയിൽ ജസ്റ്റ് പോയിട്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഫോണിൽ മെസ്സേജ് അയക്കുന്നത് മാത്രം കാണിച്ചു കൊടുത്ത് ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്ക് കൃത്യമായിട്ട് അവർ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയക്കാർക്കിടയിൽ, യങ് ആയിട്ടുള്ള രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന കുട്ടികൾക്കിടയിലടക്കം, യൂത്തിൻ്റെ ഇടയിലടക്കം രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ കോഴിയുടെ ലീലാവിലാസങ്ങൾ എല്ലാവർക്കും പറയാം. ഒരു ഫോണിൽ ഇങ്ങനെ ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്ത് കാണിച്ചാൽ തന്നെ അത് ഏത് നേതാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ ഇവിടെ പാട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ഒരാളെ ഫേസ്ബുക്ക് വഴി ഈ ലേഡി പരിചയപ്പെട്ടു. ശരി, പരിചയപ്പെട്ടു. എന്തിൻ്റെ മുകളിൽ ഇവർ പറയുന്ന ആംഗിൾ എന്താ? കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ ഒപ്പം താമസിക്കുന്ന ഒരു ലേഡിക്ക് ഡൊമസ്റ്റിക് വയലൻസ് ഏർപ്പെട്ടു, ഭർത്താവിൽ നിന്ന് അനുഭവിക്കേണ്ട ഒരവസ്ഥ വന്നു. എടീ, നിങ്ങളിത് രാഹുൽ ഈശ്വർ പറയുന്ന ആംഗിൾ ചിന്തിക്കരുത്, മനസ്സിലായോ? രാഹുൽ ഈശ്വർ പറയുന്നത് എന്താ? ഭർത്താവിനെ പറ്റിച്ച് വന്ന ഈ ലേഡി രാഹുൽ മാങ്കൂട്ടത്തിനെ പെടുത്തി. നോ, ഭർത്താവിൽ നിന്ന് നിരന്തരമായ ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനം അനുഭവിച്ചു വന്ന സ്ത്രീ MLA ആയ ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് രക്ഷ ചോദിച്ചു, മനസ്സിലായോ? അവർ റിക്വസ്റ്റ് ചെയ്തു, അവരെ ഹെൽപ്പ് ചെയ്യാൻ, ഹെൽപ്പ് റിക്വസ്റ്റ് ചെയ്തു. ഇതാണ് സത്യത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക. ഇത് നോക്കിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം, അതായത് എങ്ങനെ ഏത് വഴിയെങ്കിലും കുറച്ച് ഓൺലൈനിൽ നിന്ന് പരിപാടികൾ ഒപ്പിക്കണം എന്ന് വിചാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എവിടെ നിന്ന് കിട്ടാനാണ്? ഡൊമസ്റ്റിക് വയലൻസ് ഓൾറെഡി അനുഭവിക്കുന്ന ഒരു ലേഡി വന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാതെ അവരെ പിടിച്ചൊരു റിലേഷൻഷിപ്പിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MLA സ്ഥാനം വരെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തിയല്ലേ ഈ മാങ്ങാണ്ടി മോൻ ചെയ്തു വെച്ചിട്ടുള്ളത്? നിങ്ങൾ അങ്ങനെയല്ലേ ഇത് ആലോചിക്കേണ്ടത്? ഇത് അങ്ങനെയല്ലേ നടക്കാൻ വഴിയുള്ളൂ? നിങ്ങളെന്നെ ഒന്ന് ചിന്തിക്കുക. ഇയാൾ എഴുതി കൊടുത്ത പെറ്റീഷൻ്റെ അകത്താണ് ഈ ഉള്ളത്, ജാമ്യാപേക്ഷേൻ്റെ അകത്താണ് ഇയാൾ പറയുന്നത്. അത് വളച്ചൊടിച്ച് അത് വേറെ രീതിയിൽ കൊണ്ട് നടക്കാൻ മാത്രം ഇവിടെ രാഹുൽ ഈശ്വരന്മാരുള്ളപ്പോൾ കോമൺ സാധാരണക്കാരായ മനുഷ്യർക്ക് പെണ്ണ് പോക്കല്ലേ ഇതേ ചിന്തിക്കാൻ പറ്റൂ. നിങ്ങൾ ഇങ്ങനെയൊന്ന് ചിന്തിക്കുക. ഭർത്താവിൽ നിന്ന് അതിക്രൂരമായ പീഡനം നേരിട്ട ലേഡി ഈ പറഞ്ഞ MLA, അപ്പം നിങ്ങൾ പറയും പോലീസുകാരെ മറ്റേത് ഒഴുതൂടെ ഫ്രണ്ട്സില്ലേ, ഇവർക്ക് ചോദിക്കാനും പറയാനും ആളില്ലേ? ഒരു പവർ പൊസിഷനിലിരിക്കുന്ന ഒരാൾ, മനസ്സിലായില്ലേ? ഒരു MLAൻ്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞു കാണും. അത് മുതലെടുക്കാൻ നടന്ന MLA ഏതാ ബിരുദൻ? എന്നിട്ട് പിന്നെ അവരുടെ റിലേഷൻ ഉണ്ട്. അപ്പോൾ ഈ റിലേഷനിലാവുമ്പോൾ ഈ MLAക്ക് അറിയില്ലേ ഭർത്താവിൽ നിന്ന് ഇത്രയും ക്രൂരമായ അതികൊടൂരമായിട്ടുള്ള പീഡനം അനുഭവിച്ച ഒരു ലേഡിയാണ് ഇവർ എന്നുള്ളത്? ഓൾറെഡി ഇവൻ അറിയാലോ, അറിഞ്ഞുകൊണ്ടാണല്ലോ ഇവൻ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ അത് ആ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അവിടുന്ന് ഗർഭം ധരിക്കുന്നു. ഓക്കെ, ഇറ്റ് ഈസ് pertain to note that the victim was recording every moment of their relationship. She recorded the chats, voice calls, etc. This was done as a part of political conspiracy to tarnish the image of the petitioner. The victim initially leaked this voice clip and chats to the media instead of filing a police complaint, which led to a media trial. ഇതിൽ മീഡിയയ്ക്ക് ഇത് ലീക്കായി എന്ന് പറയുന്നു. ഓക്കെ, പല സാഹചര്യങ്ങളും ഞാൻ പറയാം. ഒരു മീഡിയ എന്ന് പറയുന്ന സ്പേസിലേക്ക് കാര്യങ്ങൾ വരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ന്യൂസ് ചാനലുകളിലാണെങ്കിലും പലരും ഒരു ട്രസ്റ്റിൻ്റെ പുറത്ത് നമുക്കൊക്കെ കാണും. ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ പാകത്തിന് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ന്യൂസ് മീഡിയയിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ കാണാം, പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ആളുകൾ കാണാം, മനസ്സിലായി? നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ മാത്രം കപ്പാസിറ്റിയുള്ള ആളുകൾ ചിലപ്പോൾ നമ്മളെ ചുറ്റുവട്ടത്തും ഉണ്ടാവും. അങ്ങനെ ആളുകളുള്ളപ്പോൾ ബൈ ദ വേ ഈ വിക്ടിമായിട്ടുള്ള ലേഡി വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡും കൂടി വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ആയിട്ട് ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞ് ഷെയർ ചെയ്തൊരു സംഗതിയാണെങ്കിലോ എന്നുള്ളൊരു സംശയം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. മനസ്സിലായോ? അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇവരിതാരെങ്കിലും ഇതാണ് എൻ്റെ അവസ്ഥ, ഇന്ന വ്യക്തിയിൽ നിന്ന് എനിക്ക് ഈ രീതിയിലുള്ള ഒരു അപ്രോച്ച് ഉണ്ടായി, ഞാനും അയാളും തമ്മിൽ ഇങ്ങനെ റിലേഷനിലായി, ഞാൻ ഗർഭം ധരിച്ചു അയാളിൽ നിന്ന്, അയാൾ എന്നെ ആ ഗർഭം അലസിപ്പിച്ച് കളയാൻ വേണ്ടി നിർബന്ധിച്ചു, ഞാനത് ചെയ്തു, എൻ്റെ അവസ്ഥ ഇന്ന് ഇതാണ്. ഇത് വേറൊരാളെ അറിയിക്കാൻ വേണ്ടി ഇവർ കൊടുത്ത സാധനം അവരത് യൂസ് ചെയ്തതാണെങ്കിലോ? അതുകൊണ്ടാണ് ഈ ലേഡി ഇന്നലെ പല ചാനലുകൾക്കെതിരെയും കേസ് കൊടുത്തത്. ഓക്കെ, അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് ഇതിനിടയിൽ. ദ വിക്ടിം ഹു വാസ് വർക്കിംഗ് ഇൻ
Janam TV, as journalist, herself informed the petitioner that Janam channel has asked her to file a complaint against the petitioner if she wants to continue in the channel. The voice recording of the victim stating same shall be produced before hearing. ഇതാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടം ഈ ലേഡിക്കെതിരെ ഒരുപാട് തെളിവുകൾ കൊടുത്തു അല്ലെങ്കിൽ കൊടുക്കുമെന്ന് പറഞ്ഞ സ്കീമിലുള്ള പരിപാടികൾ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണെങ്കിൽ, ഹൂവർ ഇറ്റ് ഈസ്, ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, ഓബിയസ്ലി അവരുടെ സുഹൃത്തുക്കൾ ആ ചാനലിലുള്ള ആളുകളായിരിക്കും. അവർക്ക് എന്തെങ്കിലും ഒരു തട്ടുകേട് പറ്റിപ്പോയി അവർ ആ സുഹൃത്തുക്കളോട് പറയും. അത് ഇപ്പോൾ ഒരു ചാനലാണെങ്കിൽ അവിടെ അറിയും. അതിനെ തുടർന്ന് അവിടെ അത് അവർ ടേക്കപ്പ് ചെയ്യാം. കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരാൾ ഒരു പവർ പൊസിഷനിലുള്ള ഒരാളാണ്. ആ വ്യക്തി ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാം. നാളെ നിനക്ക് നീതി കിട്ടാത്ത രീതിയിലാവാം, നീ ഒരു കേസിന് പോകും, ഞങ്ങൾ സഹായിക്കാം എന്ന് പറയുന്നതാണെങ്കിലോ. ഇവിടെ ഈ ആംഗിളുകളൊന്നും ചിന്തിക്കാൻ ആരും ഇല്ലേ എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. മനസ്സിലായി? ഈ ആംഗിളുകളൊന്നും ചിന്തിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥ. ഇനി the victim doesn't file a complaint to her local jurisdiction police station authorities. Instead, she filed the complaint before the Minister of Kerala, Chief Minister of Kerala. This also shows her political interest. അതായത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ മാനിപ്പുലേറ്റ് ചെയ്ത ഒരു കോൺസ്പിറസിയാണ്. അവരൊരു ഹണി ട്രാപ്പ് വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പെടുത്തി മുഖ്യമന്ത്രിൻ്റെ അടുത്ത് ആ പെൺകുട്ടി പോയി കംപ്ലയിൻറ്റ് കൊടുത്തു. ഈ രീതിയിലാണ് ഇതിനകത്ത് മുൻകൂർ ജാമ്യത്തിൻ്റെ സംഗതിനകത്ത് ഈ പറഞ്ഞു വെക്കുന്നതും എഴുതി വെച്ചിട്ടുള്ളതും. ഓക്കെ, ഇതൊരു ഞാൻ പറഞ്ഞ ഒരു തരം ക്യാപ്സ്യൂളാണ്, ഒരു തരം നറേറ്റീവാണ് രാഹുൽ മാങ്കൂട്ടം നൈസായിട്ട് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കൊടുത്തിട്ടുള്ളത്. ഇനി രാഹുൽ ഈശ്വർ ഇന്നലെ ചെയ്തൊരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. രാഹുലിനെതിരെ പരാതി കൊടുത്ത പെണ്ണിന്റെ ഭർത്താവുമായി ഞാൻ സംസാരിച്ചു. ഞാനപ്പോൾ ആ പെണ്ണിന്റെ ഭർത്താവിനോട് സംസാരിച്ചിരുന്നു. ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇര. അതായത് ഈ പെണ്ണ് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചു, കാമുകനെ പറ്റിച്ചു, എന്നിട്ട് അവസാനം അയാൾക്ക് പണി കൊടുക്കാനായി ഇപ്പം മുഖ്യമന്ത്രിയെയും കണ്ടു. എന്നൊരു പേര് അതിജീവിതയും. ഒന്ന് ആലോചിച്ച് നോക്കുക, കല്യാണം കഴിച്ചിട്ട് 1 വർഷം പോലും ആയില്ല. 2024 ഓഗസ്റ്റിലാണ് കല്യാണം. 1 വർഷം പോലും കല്യാണം കഴിച്ചിട്ടായില്ല. ആ ബന്ധം മറച്ചു വെച്ചോ, ഒളിച്ചു വെച്ചോ, പകുതി മറച്ചു വെച്ചോ, തെറ്റിദ്ധരിപ്പിച്ചോ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു. എന്നിട്ട് പ്രഗ്നന്റ് ആകുകയും അതിനുശേഷം ബ്രേക്കപ്പ് ആകുകയും പ്രശ്നങ്ങളാകുകയും ചെയ്തു. എന്നിട്ട് അത് മാധ്യമങ്ങളിലൂടെ അടക്കം ഈ വ്യക്തിയോ ഈ വ്യക്തിയുടെ കൂട്ടാളികളോ ചേർന്ന് എന്താ പറയണേ മീഡിയയിൽ അടക്കമുള്ള കാര്യങ്ങൾ എത്തിച്ചു. ഡിവോഴ്സ് ചെയ്തിട്ടില്ല, ഇപ്പോഴും ഡിവോഴ്സ് ചെയ്തിട്ടില്ല. അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. പരസ്പരം ബ്രേക്കപ്പ് ആവുന്നതിലൊന്നും നമുക്ക് ഇടപെടാൻ പറ്റില്ല. പക്ഷേ അതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ സ്വയം നിന്നു കൊടുക്കുന്നതും വേട്ടയാടാൻ മുഖ്യമന്ത്രിയെ കാണുന്നതും ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാനിതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നതേ നിങ്ങൾ ഉറച്ചു പറയണമെന്നുള്ളതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട കോടതിയിൽ കേസെത്തുമ്പോൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവൻ കല്യാണം കഴിച്ചാണോ എന്ന് പറയുമെന്ന് എനിക്ക് സംശയമുണ്ട്. സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീലാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ എന്താണെങ്കിലും ഈ ലേഡിയുടെ ഭർത്താവിനായിട്ട് സംസാരിച്ചിട്ടുണ്ട്, കണക്ഷനിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ കേസ് ഏതെങ്കിലും രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇവർ പറയുന്ന രീതിയിലുള്ള ഈ മാനിപ്പുലേഷൻസ് ഒന്നും നിൽക്കാതെ ഇത് കറക്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞു തുടങ്ങിയാൽ ഇവർ ഈ ഭർത്താവിനെയും ചിലപ്പോൾ രംഗത്ത് കൊണ്ടുവരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അത് വേറെ സ്റ്റോറീസ് ആയിരിക്കും അതിനകത്ത് വരാൻ പോകുന്നത്. ഈ കല്യാണം കഴിച്ചു, ശരി, ഈ കല്യാണം കഴിച്ച ലേഡിയാണ് എന്നറിഞ്ഞ് അവർ ഡൊമസ്റ്റിക് വയലൻസ് നേരിടുന്ന ഒരു ലേഡിയാണെന്ന് അറിഞ്ഞിട്ടും ഇവൻ എന്തിനാടാ ഈ പണിക്ക് പോയേ? ഇവൻ എപ്പോഴും ഇവൻ്റെ ഒരു ഹാബിറ്റ് ഇതാണ്, മനസ്സിലായോ? അത് ഓൾറെഡി കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇവനെക്കുറിച്ചുള്ള ഒരുപാട് കംപ്ലൈൻറ്റ്സ് കിട്ടിയിട്ടുള്ളതാണ് ഇതിനു മുമ്പ്. പ്രതിപക്ഷ നേതാവിനും അന്നത്തെ കെ പി സി പ്രസിഡന്റിനും നേതാക്കൾക്കും പരാതികൾ ധാരാളം കിട്ടി. അന്ന് ആ സന്ദർഭത്തിൽ പാർട്ടി ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. അത് നടപടിയല്ല എടുക്കൂ, ആരൊളിപ്പിക്കാനാണ്? അതിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിരിക്കുകയല്ലേ. അപ്പം മുൻകൂർ ജാമ്യം കോടതി ചർച്ച ചെയ്യട്ടെ. അതൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. അപ്പം അങ്ങനെയുള്ള ഒരുത്തന് ഇത് നൈസായിട്ട് ഇവന് സോഫ്റ്റ് ടാർഗറ്റ് ഒരു കിട്ടി മോനെ, നല്ലൊരു ഇരയെ കിട്ടി. അതായിരുന്നു ഈ ലേഡി അവന്. പിന്നെ ഇവരെന്തിനിത് റെക്കോർഡ് ചെയ്തെടുത്ത് വെച്ചു, ഇവരെന്തിനിത് ഒരു ഘട്ടത്തിൽ ഞാൻ ചതിക്കപ്പെടുകയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇപ്പോഴത്തെ ഫോണിൽ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് നമുക്ക്, ഇല്ലേ? നമ്മൾ പറ്റിക്കപ്പെടുകയാണ്, നമ്മളൊരാൾ വഞ്ചിക്കുകയാണ്, നമ്മൾ വഞ്ചിക്കപ്പെടുക എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ നിലനിൽപ്പിനെല്ലാം എടുത്തു വയ്ക്കും. എടുത്ത് വയ്ക്കാതിരിക്കൊന്നുമില്ല, മനസ്സിലായോ? അങ്ങനെ എടുത്തു വെച്ച് കാണും. അതിലെന്താ പ്രശ്നമുള്ളത്? അതുകൊണ്ടാണല്ലോ ഇന്നിപ്പം പെട്ടത്.
ഇല്ലാന്നുണ്ടെങ്കിൽ ഇവൻ ഏതൊക്കെ റേഞ്ചിൽ പോയിട്ടുണ്ടാവുവാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഈ പെൺകുട്ടി വിവാഹിതയായിരുന്നുവെന്നും വിവാഹിതയായ പെൺകുട്ടിക്ക് ഭർത്താവിൽ നിന്ന് ഗാർഹിക പീഡനം ഏൽക്കേണ്ടി വന്നിരുന്നു എന്നത് താൻ അറിഞ്ഞുവെന്നും അങ്ങനെ അറിഞ്ഞതിൽ ആ പെൺകുട്ടിയുടെ എമ്പതി തോന്നി പിന്നീട് ആ സൗഹൃദം ഇഷ്ടമായി പരിണമിച്ച് പിന്നീടാണ് അവർ ബന്ധത്തിലേക്ക് പോയത് എന്നുമാണ് ഈ MLA പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയിൽ ചെയ്ത ആദ്യത്തെ ഒരു തെറ്റ് അദ്ദേഹം സ്വയം സമ്മതിക്കുന്നത് ഇവിടെയാണ്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൻ്റെ ഇരയായൊരു പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച ആ പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ച് ഗർഭിണിയാക്കി ഒടുവിൽ ആ ഗർഭഛിദ്രത്തിന് അശാസ്ത്രീയമായ രീതിയിലുള്ള മരുന്ന് കൂടി നിർദ്ദേശിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട 8 വകുപ്പുകളിൽ ആദ്യത്തെ വകുപ്പ് 64(2)F അല്ലേ? എന്താ 64(2)F പറയുന്നത്? ഈ പെൺകുട്ടിയുടെ ട്രസ്റ്റിന് പറ്റുന്ന തരത്തിലുള്ള ഒരാൾ, അത് ഗാർഡിയനാവാം, രക്ഷിതാവാം, അതിന് മറ്റേതെങ്കിലും ഒരു വ്യക്തി ഭർത്താവാം, അതല്ലെങ്കിൽ ഒരു പബ്ലിക് അതോറിറ്റിയിലിരിക്കുന്ന ഒരാളാവാം, ഈ പെൺകുട്ടിയുടെ ട്രസ്റ്റ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നറിയാവുന്ന ഒരാൾ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് നടത്തിയ റേപ്പ് എന്നാണ് 64(2)F നിർവചിച്ചിരിക്കുന്നത്. ഇവിടെ ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പബ്ലിക് അതോറിറ്റിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കുട്ടിയുടെ ട്രസ്റ്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ട്രസ്റ്റ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന സാഹചര്യം ഏതാണ്? കുട്ടി ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന് ഇരയായി തീർന്ന ഘട്ടത്തിലാണ്. അപ്പോൾ ഗാർഹിക പീഡനത്തിന് ഇരയായ ഒരു പെൺകുട്ടിയെ ഒരു പൊതുപ്രവർത്തകനായ ഒരു ജനപ്രതിനിധിയായ MLA സമീപിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ആ കുട്ടി കൊടുത്തിരിക്കുന്ന മൊഴിയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അഥവാ ഈ ഭർത്താവിൽ നിന്ന് ഒരു മോചനം, ഔദ്യോഗികമായ മോചനം, കാര്യം അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല വിവാഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അതുകൊണ്ട് ഇത് പറഞ്ഞ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി MLA സമീപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ സാഹചര്യം മുതലെടുക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതല്ലേ ചോദ്യം? ഒരു ഈ പെൺകുട്ടിയുടെ എമ്പതി ഉണ്ടായിരുന്നെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന് ഇരയായ പെൺകുട്ടിയെ ഒരു MLA എങ്ങനെയാണ് സഹായിക്കുക? അരുൺകുമാർ ചോദിച്ച ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ തിരിച്ച് രാഹുൽ ഈശ്വറിനോട് ചോദിക്കേണ്ടത്, രാഹുൽ ഈശ്വറിനെ പോലുള്ളവരോട് ചോദിക്കേണ്ടത്. ഇതിനവർക്ക് ഉത്തരം കാണില്ല, മനസ്സിലായോ? പിന്നെ കമൻറ്റ് ബോക്സിലുള്ള കമൻ്റ് ഇടുന്ന PR തൊഴിലാളികൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും പോകുന്നില്ല. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ വരുന്നൊരു നറേറ്റീവ് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ സന്ദീപ് വാര്യരെ അടക്കം രാഹുൽ ഈശ്വർ ഇതിൽ വലിച്ചിട്ടിട്ടുണ്ട്. ഇവരുടെ കല്യാണം കണ്ടില്ലേ, കല്യാണത്തിന് പോയില്ലേ, ഇവർ ശരിക്കും ഒപ്പം താമസിച്ചിട്ടുണ്ടായിരുന്നു, ഇവർ കല്യാണമോചനം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലതും ചോദിച്ച് ലാസ്റ്റ് സന്ദീപ് വാര്യർ റിപ്ലൈ കൊടുക്കേണ്ട അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. സന്ദീപ് വാര്യർ എന്താണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സന്ദീപ് വാര്യരോട് ചോദ്യം ചോദിച്ച് രാഹുൽ ഈശ്വർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് കേൾക്കണം. ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞ് കേൾക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ കല്യാണം കഴിഞ്ഞ എല്ലാവരും കല്യാണം പോയി രജിസ്റ്റർ ചെയ്യും. വിവാഹം കഴിച്ച എല്ലാവരും ഇപ്പോൾ വിവാഹം കഴിച്ചു, അതിൽ മോസ്റ്റ് മെജോറിറ്റിയും അത് രജിസ്റ്റർ ചെയ്യും. കാരണം നമുക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണം. അല്ലാത്ത ഇതിപ്പോൾ റീസെൻ്റ്ലിയാണ് ഇവർ കല്യാണം നടന്നത്. ഇവരിത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ആംഗിളാണ് അരുൺകുമാർ പറയുന്നത്. ഇതിൽ എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഇനി വരും ദിവസങ്ങളിൽ അത് മീഡിയയിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, കല്യാണം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള ആസ്പെക്റ്റിലാണെങ്കിൽ ഇനി മുന്നോട്ടുള്ള ഈ വീഡിയോൻ്റെ കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഇതിനകത്തൊരു ക്ലാരിറ്റി കിട്ടും. രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ചെന്നായയുടെ മുഖം മൂടി ഇവിടെ അഴിഞ്ഞു വീഴും. കുട്ടി ഗർഭിണിയായതിനു ശേഷവും ഈ മാന്യദേഹം റേപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യമല്ലേ? ഗർഭിണിയായതിനു ശേഷം, അതും ഈ പെൺകുട്ടി നോ എന്ന് പറഞ്ഞതിനു ശേഷം ഈ പെൺകുട്ടിയെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കീഴ്പ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് 64(2)H പറയുന്നത്. ഗർഭിണിയായ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അതെന്നാ സംഭവിച്ചെന്നറിയാമോ? അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഒരു പബ്ലിക് അതോറിറ്റിയിലിരുന്ന അയാളുടെ നിയമസഭയിലെ കന്നി അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിനു ശേഷം അതിൻ്റെ ഉന്മാദം തീർത്തത് ഈ ഗർഭിണിയായ പെൺകുട്ടിയുടെ ദേഹത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു പൊതുപ്രവർത്തകർ ചേർന്നതാണോ? ഇതാണ് ആ കുട്ടിയുടെ മൊഴി. ഏതായിരുന്നു ആ അടിയന്തര പ്രമേയം എന്ന് പ്രേക്ഷകർ ഓർമ്മിക്കുന്നില്ലേ? ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുനിരത്തിൽ പാവപ്പെട്ട ആശാവർക്കർമാർ സമരം നടത്തിയപ്പോൾ ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിയമസഭയിൽ ആഞ്ഞടിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് ചെയ്തതെന്താ? ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു, ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുകയായിരുന്നു ആ ദിവസം. അതാണ് നമ്മുടെ മുന്നിൽ വരുന്ന കാഴ്ച. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ ഭാഗം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കൃത്യം ചെയ്തിരിക്കുന്നു എന്നതിലേക്കുള്ള ഒരു സൂചനയാണ്. അതാണ് ഒരു ഭാഗം. രണ്ടാമത് ഇതിൽ പറയുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രഗ്നൻസിയുടെ ഉത്തരവാദിത്വം ഈ പെൺകുട്ടിയുടെ ഭർത്താവിനാണത്രേ. ഉളുപ്പുണ്ടോ എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. ഉളുപ്പുണ്ടോ എന്ന് എന്താണെന്നറിയാമോ? എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം സുഹൃത്ത് ജോബി ജോസഫിൻ്റെ കയ്യിൽ ബാംഗ്ലൂരുവിൽ നിന്ന് മരുന്ന് കൊടുത്തു വിട്ടിരിക്കുന്നു.
ഈ പെൺകുട്ടിയുടെ പ്രഗ്നൻസി അബോർട്ട് ചെയ്യാൻ അശാസ്ത്രീയമായി പെൺകുട്ടി വേണമെന്നാവശ്യപ്പെടുന്ന, ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ കൺസെപ്ഷൻ്റെ ഉത്തരവാദിത്വം ഭർത്താവിനാണെങ്കിൽ, ഭർത്താവിനും ഭാര്യയ്ക്കും താല്പര്യമുള്ള ഈ കുഞ്ഞിനെ കൊല്ലാൻ രാഹുലിന് എന്തായിരുന്നു ഇത്ര താല്പര്യം? അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ രാഹുലിൻ്റെ കുഴി തോണ്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. രണ്ടാമത്, ആ പെൺകുട്ടിയുടെ മൊഴിയിലേക്ക് വന്നാൽ ഒരു പക്ഷിക്കുഞ്ഞ് കരയുന്നത് പോലെയാണ് ആ കുട്ടി മൊഴി കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നമ്മൾ അറിഞ്ഞതിലും തീവ്രവും നമ്മൾ അറിഞ്ഞതിലും രൂക്ഷവുമായ രീതിയിലുള്ള വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇയാളൊരു സൈക്കോപാത്തായിരുന്നുവെന്നും ഒരു സീരിയൽ പ്രഡേറ്റർ ആയിരുന്നു എന്ന മട്ടിലുമുള്ള മൊഴികൾ ഈ പെൺകുട്ടിയുടേതായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നിലധികം തവണ ഒരു ദിവസം ഒരു പെർവേർഷൻ ഉള്ള ഒരാൾ എന്ന നിലയിൽ ഇയാൾ സമീപിച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുമ്പോൾ, വിചാരണ വേളയിൽ വരുമ്പോൾ കേരളം ഞെട്ടുമെന്നതും ഉറപ്പാണ്. ഇതിപ്പോൾ രഹസ്യമൊഴിയായി നെയ്യാറ്റിൻകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രഹസ്യമൊഴിയായി വരുന്നത് ഈ മൊഴിയിൽ നിന്ന് പെൺകുട്ടിക്ക് മാറാൻ കഴിയില്ല. സജിന എന്ന പെൺകുട്ടിയും കോൺഗ്രസിൽ, യൂത്ത് കോൺഗ്രസിലും KSUവിലും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളും അത് കേട്ടിട്ടുണ്ട്. അവർ ഇതിനു മുൻപ് പലതവണ പരാതി അയച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിലെ ഒരു നേതാവിന് KSU കാലത്ത് ഇയാൾ ചെയ്ത പീഡനത്തിന്റെ, ഇയാൾ ചെയ്ത ദ്രോഹത്തിന്റെ ഒരു പരാതി ഇമെയിലായിട്ട് അയച്ചിട്ടുണ്ട്. ഇതെനിക്കറിയാം വ്യക്തിപരമായി. പക്ഷേ ആ കുട്ടികൾക്കാരും ഇത് പറയാൻ ബുദ്ധിമുട്ടാണ്. വെള്ളായണിയിൽ ഒരു പോക്സോ കേസ് കറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് കരക്കമ്പി. അതുമായി ബന്ധപ്പെട്ട ആ കേസ് സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകർക്കിടയിലെ ന്യായം. എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ഈ വിഷയത്തിൽ ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചത്? കാരണം അവർക്ക് ബോധ്യമായിരുന്നു ഇതൊരു കേസല്ല എന്നവർക്കറിയാമായിരുന്നു. ഇതിനു മുൻപുള്ള മറ്റൊരു കേസും മാധ്യമപ്രവർത്തകർക്ക് അറിയാമായിരുന്നു. പക്ഷേ അതിൽ പരാതിയില്ല. അവിടെയും ഈ ഫ്രോഡുലന്റ് മീൻസിലൂടെയാണ് ഈ കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്തത്. രാഹുൽ മാങ്കൂട്ടം ഇടപെട്ട പല ഡിപ്പാർട്ട്മെൻറ്റിലും പല തലങ്ങളിലുമുള്ള അയാളുടെ പൊളിറ്റിക്കൽ കരിയർ ആണെങ്കിലും അയാളുടെ സോഷ്യൽ മീഡിയ കരിയർ ആണെങ്കിലും അയാൾ എന്ത് കോപ്പാണെങ്കിലും ഇതിനകത്തൊക്കെ എല്ലാവർക്കും വളരെ എവിഡൻ്റ് ആയിട്ട് അറിയുന്നൊരു കാര്യമാണ് ഇവൻ്റെ ഒരു ഹാബിറ്റ്. ഇതാണ്, ആരെ വേണമെങ്കിൽ കയറി സ്റ്റോക്ക് ചെയ്യും, ആര് വേണമെങ്കിൽ കയറി ഹിറ്റ് ചെയ്യും. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്, ഒരു കോലുമ്പോൾ തുണി ചുറ്റിയ ഒരു പെണ്ണാണ് എന്ന് തോന്നിക്കുന്ന ആരായാലും നിങ്ങളൊന്ന് ആലോചിക്കും. ഇന്നലെ അരുൺകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, പോക്സോ കേസ് അടക്കം. ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോ, ഒരു പോക്സോ കേസ് അടക്കം വരാനുള്ള എല്ലാ ഗ്രാവിറ്റി ഉണ്ട് എൻ്റെ കേസിനകത്ത്. മനസ്സിലായില്ലേ? പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ നേതാക്കന്മാർ വായ തുറക്കുന്നില്ല കോൺഗ്രസിൻ്റെ. ഇതറിയാവുന്ന മറ്റ് പലരും മിണ്ടാതിരിക്കുകയാണ്. ഈ രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾക്ക് വലിയൊരു സ്പേസ് തുറന്നു കൊടുക്കുകയാണ്. സത്യത്തിൽ സൊസൈറ്റിയോട് ചെയ്യുന്ന ചതിയാണ്. നിങ്ങൾ പല കാര്യങ്ങൾ അറിഞ്ഞിട്ടും അത് മിണ്ടാതിരിക്കുന്നത്. നേതാക്കന്മാരും കുട്ടി നേതാക്കന്മാരും ഇനി നോർമലായിട്ട് ഇവൻ്റെ ബിഹേവിയർ അറിയുന്നവരും ഇവനിൽ നിന്ന് പ്രശ്നങ്ങൾ അനുഭവിച്ചവരൊക്കെ ഇത് മിണ്ടാതിരിക്കുന്നത്. അത് സൊസൈറ്റിയുടെ പല തലങ്ങളിലുള്ളത്. നിങ്ങൾ ചില ആളുകളുടെയൊക്കെ ഒരു പൊസിഷൻ കേട്ട് കഴിഞ്ഞാണ്ടല്ലോ, ചില നേതാക്കന്മാരുടെ വീട് വരെ എത്തിയിട്ടുണ്ട് അവൻ. ഞാനിതെന്തുകൊണ്ട് പറയുന്നില്ല, ഞാൻ ആരുമല്ല ഇത് പറയാൻ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. ഓക്കെ, ഇത് പറയേണ്ടത് കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. അതവർ പറയുന്നില്ല. അവരെന്നെ പറയണം, ഞാൻ പറയില്ല, അവരെന്നെ പറയണം. ഇല്ലെങ്കിൽ ഒരു ദിവസം മീഡിയ പറയും. മനസ്സിലായി? ഒരു ദിവസം മീഡിയ പറയും. അതുവരെ ഉണ്ടാവും കാര്യങ്ങൾ. ഇനി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ പെൺകുട്ടി കല്യാണം ഒഴിവാക്കി ഇങ്ങനത്തെ കുറേ ഐറ്റംസിൽ ഇവൻ കടന്ന് ചുറ്റിക്കറങ്ങുന്നുണ്ട്. ആര്? ഈ രാഹുൽ ഈശ്വർ. ഇതൊന്ന് കേൾക്കണം. മാർച്ച് മാസം മുഴുവൻ നമുക്ക് കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യാം. ഐ വാണ്ട് ടു മേക്ക് യു പ്രഗ്നന്റ്, പിൽസ് വേണോ എന്ന് പെൺകുട്ടി ചോദിക്കുന്നു, വേണ്ടാന്ന് പറയുന്നു. അത് കഴിഞ്ഞ് മാർച്ച് മാസം കുഞ്ഞിനെ ട്രൈ ചെയ്ത് മാർച്ച് മാസത്തിൽ 3 തവണയോളം ബന്ധപ്പെട്ടതായി നമുക്ക് അതിൽ നിന്ന് കാണാൻ കഴിയും. ആ കുഞ്ഞിന് വേണ്ടി ബന്ധപ്പെടുന്നതിനെ റേപ്പ് എന്നാണോ നമ്മൾ വിളിക്കുന്നത്? ഇത് റേപ്പല്ല, ഒരു കോപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ കേസ് ആത്യന്തികമായി ഒരു കോടതിയിലും നിലനിൽക്കില്ല എന്ന് നിയമത്തിന്റെ ബാലപാഠങ്ങൾ അറിയുന്നവർക്കറിയാം. കേരള ഹൈക്കോടതി വിധി, പഞ്ചാബ് ഹൈക്കോടതി വിധി പ്രകാരം ഓൾറെഡി കല്യാണത്തിലുള്ള ഒരാളെ മാരേജിന് വേണ്ടി അല്ലെങ്കിൽ പ്രോമിസ് ഓഫ് മാരേജ് കൊടുത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തു എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കില്ലെന്ന് പല കേസുകളിലായി പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം, കേരളത്തിലെ പ്രസിദ്ധമായ കേസാണ് വിജയബാബു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതല്ല, ഈ ഭീഷണിപ്പെടുത്തിയാണോ ഈ പെൺകുട്ടി സ്വയമല്ലേ ആ മരുന്ന് കഴിച്ചത്? ഇനി ഇന്നലെ വരെ ആൾക്കാർ പറഞ്ഞിരുന്നത് ഭീഷണിപ്പെടുത്തി ഗർഭം ഉണ്ടാക്കിയെന്നാണ്, നിർബന്ധിച്ച് ഗർഭം ഉണ്ടാക്കിയെന്നാണ്. ഈ പെൺകുട്ടി സ്വമേധയാ കൺസെന്റോടുകൂടിയല്ലേ രാഹുലിലേക്ക് വന്നത്. ഇനി തീർന്നില്ല. ഞാൻ ഇന്നലെ കേരളത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞതുപോലെ ഇന്ന് ആർക്ക് സംശയമില്ലല്ലോ, ആ പെൺകുട്ടി മാരീഡാണ്.
മാരീഡ് ആയ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഹസ്ബൻഡിനെ വഞ്ചിച്ചു, കാമുകനെ പറ്റിച്ചു, അത് വേറെ. പക്ഷേ ഹസ്ബൻഡിനെ വഞ്ചിച്ചു ആ കുട്ടി. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങോട്ട് ബന്ധപ്പെടുന്നു. ഫേസ്ബുക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കുട്ടിക്ക് മെസ്സേജ് അയച്ചതല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ കുട്ടി അങ്ങോട്ട് ബന്ധപ്പെടുന്നു, സൗഹൃദം സ്ഥാപിക്കുന്നു. അതിനുശേഷമാണ് ഇവരുടെ ബന്ധം ഈ രീതിയിൽ കൺസെന്റോടുകൂടി ഉണ്ടാവുന്നത്. കൺസെന്റോടെ സെക്സ് ചെയ്യുന്നതിനെ റേപ്പ് എന്നാണോ സാർ നമ്മുടെ നാട്ടിൽ വിളിക്കുന്നത്? ആരെയാണ് ഈ പറ്റിക്കുന്നത്? 2, ഇനി പെൺകുട്ടി അടുത്തത് വ്യാജ ആരോപണങ്ങളുടെ പെരുമഴയാണ്. നഗ്ന ചിത്രം എടുത്തു ഭീഷണിപ്പെടുത്തി എന്നാണ്. നഗ്ന ചിത്രമെടുത്ത് റേപ്പ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുട്ടിയെ വേണമെന്ന് പറഞ്ഞാണോ ഈ കുട്ടി പൊട്ടിക്കരഞ്ഞത്? ആരെങ്കിലും ഈ കള്ളത്തരങ്ങൾ വിശ്വസിക്കുമോ? രാഹുൽ മാങ്കൂട്ടം ചെയ്ത കാര്യങ്ങൾ ഗ്ലോറിഫൈ ചെയ്യുന്ന രാഹുൽ ഈശ്വറിനോട് ഒരു ചോദ്യം. നിങ്ങൾ ഏത് ആസ്പെക്റ്റിലാണ് ഈ സൊസൈറ്റിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുന്നത്? കൺസെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഗതി ഇപ്പോഴും അവിടെ ഉണ്ട്. പല കേസുകളിലും ഇതിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടാവാറുണ്ട്. കൺസെൻറ്റ് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്തിട്ട് ആണുങ്ങളും ചിലപ്പോൾ പണി കൊടുക്കാറുണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞു വെച്ചതിലൊരു ഡേഞ്ചർ സാധനമുണ്ട്. ഇനി വരും നാളുകളിൽ മനസ്സിലായോ, ചില കേസുകൾ പൊളിഞ്ഞു പോകാൻ ഈ ഒരു ഐറ്റം മതി. ഇത് പീഡനമല്ല, കുട്ടിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനും അവളും കൂടിയും ചെയ്തൊരു പ്രവൃത്തി. മനസ്സിലായോ? ഇതാ രീതിക്ക് പോകും. ഇത് പീഡനമല്ല. എടീ, ഒരു നേരമെങ്കിൽ ഒരു നേരം ഒരു ലേഡി പറയുകയാണെങ്കിൽ നോ പറഞ്ഞതിന് ശേഷം ആ ലേഡിയെ കയറി എന്തെങ്കിലും ചെയ്യാൻ പോയാൽ അവിടെ പിന്നെ കൺസെൻ്റ് ഇല്ല. അതിന് 10 വട്ടം അവർ ബന്ധപ്പെട്ട് 11ാമത്തെ വട്ടം ആ ലേഡി പറയുകയാണ് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ പിന്നെ ചാടി കയറി പിടിച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ്സ് എ റേപ്പ്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എനിക്കില്ലേ? അതോ തൻ്റെ മെൻസ് അസോസിയേഷൻ്റെ സ്ഥാനത്തിന് വേണ്ടി താനത് പണയം വെച്ചോടെങ്കിലും പോയിട്ട് കോമൺ സെൻസ്? ഒരുപാട് 10-25 വർഷം 27 വർഷം എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ ഇന്നലെ സ്മൃതി പരുത്തിക്കാടിനോട് ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞു വയ്ക്കുന്ന ആംഗിൾ ഇയാൾ ഇങ്ങനെയാണ്. നാളെ ഇത് ഡേഞ്ചറാണ്. പല കേസുകളിലും ഇത് മെയിൻ ഒരു സാധനമായിട്ട് വരാൻ നല്ല ചാൻസ് ഉണ്ട്. പീഡനമാണോ നടന്നത്? പീഡനമാണോ നടന്നത് ചോദിച്ചാൽ പീഡനമല്ല. ഞാൻ ആ കുട്ടിയിൽ എനിക്കൊരു കുട്ടിയെ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു കുട്ടിക്ക് വേണ്ടി ഞങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അത് പുണ്യമായ പ്രവൃത്തിയില്ല, കുട്ടീനെ ഉണ്ടാക്കാനാണല്ലോ. പീഡിപ്പിക്കാൻ പോകുന്നതിന് ഒരു ലേഡിയെ പീഡിപ്പിച്ചവൻ നാളെ ഇത് പറഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ കാര്യങ്ങളാണ് ഇയാൾ ഡേഞ്ചറായിട്ട് ഇയാൾ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇയാളൊരു 1.5 വിഷമായി മാറുകയാണെന്നുള്ളത്. ഈ പെൺകുട്ടിയുടെ ആദ്യ വിവാഹം നടന്നത്, അല്ലെങ്കിൽ വിവാഹം നടന്നത് 2024 ഓഗസ്റ്റ് 22-നാണ്. ഇതിനുശേഷം തിരുവനന്തപുരത്തെ ഈ പറയുന്ന തൃക്കണ്ണാപുരത്ത് അപ്പാർട്ട്മെന്റിൽ അവർ താമസം തുടങ്ങുകയും ചെയ്തു. പക്ഷേ വെറും 4 ദിവസം മാത്രമാണ് ഇവർ ഒരുമിച്ച് ജീവിച്ചത്. 1 മാസത്തിനുള്ളിൽ തന്നെ ഇവർ പിരിയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അങ്ങനെയുള്ള കാര്യം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഹർഷൻ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ ആരോപണം വന്നതിന് ശേഷം, ഈ പെൺകുട്ടി പരാതി പറഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന സൈബർ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. ഈ വിവാഹ മോചന അല്ലെങ്കിൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റൊരു ഭർത്താവ് ഉള്ളപ്പോഴാണ് രാഹുലുമായി ഇങ്ങനെ ബന്ധം സ്ഥാപിച്ചത് എന്നടക്കമുള്ള ആരോപണങ്ങൾ പറയുന്നുണ്ട്. ഈ രാഹുലുമായി പരിചയപ്പെടുന്നത് ഈ വിവാഹം കഴിഞ്ഞ് ഇയാളുമായി അല്ലെങ്കിൽ ഇയാളുമായി പിരിഞ്ഞ് 5 മാസത്തിന് ശേഷമാണ് രാഹുലുമായി പെൺകുട്ടി പരിചയപ്പെടുകയും പിന്നെ അവർ തമ്മിലുള്ള ബന്ധം തുടരുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇന്നിപ്പോൾ എങ്ങനെയാണ് ഒരു ക്രിമിനൽ മൈൻഡ് പ്രവർത്തിക്കുക എന്നതിന്റെ ഏറ്റവും ഉദാഹരണമായി നമുക്ക് രാഹുലിന്റെ ഇന്നലത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ അദ്ദേഹത്തിന്റെ ഗ്രൗണ്ട്സ് വായിച്ചാൽ മനസ്സിലാകും. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു വിവാഹം കഴിച്ചൊരു സ്ത്രീ ഗർഭിണിയാകണമെങ്കിൽ അതിന്റെ ആദ്യ ഉത്തരവാദി ഭർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ഹർഷൻ, മറ്റൊരു കാര്യം കൂടെ നമുക്ക് ഈ പറയുന്ന രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഒന്ന് വിശദമായി പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറയേണ്ടതുണ്ട്. അത് ഒന്നാമത്തെ കാര്യം, ഇതുവരെ രാഹുൽ പറയാത്ത പല കാര്യങ്ങളും രാഹുൽ ഇന്നലെ ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അംഗീകരിക്കുന്നു. ഭർത്താവിന്റെ ഗർഭമല്ലേ ഇത് എന്നുള്ള ചോദ്യം രാഹുൽ മാങ്കൂട്ടം ഇന്നലെ പെറ്റീഷൻ കൊടുത്ത സമയത്ത്, മുൻകൂർ ജാമ്യാപേക്ഷ ഹർജി കൊടുത്ത സമയത്ത് പറഞ്ഞത്. എടാ, ഉളുപ്പും നാണവും മാനവും ഉണ്ടോ ഇവന്? ഞാൻ ചോദിക്കുന്നത്, ഭർത്താവിൻ്റെ ഗർഭമല്ലേ ഇത്? മണ്ണാൻ വേണ്ടി പോയ സമയത്ത് ഒരു കോണ്ടം പോലും മേടിക്കാൻ പറ്റാത്ത ഇവനാണ് ഇപ്പം ഭർത്താവിൻ്റെ ഗർഭമല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിടുന്നത്. എടാ, നാണവും മാനവും ഉണ്ടോ എന്ന് ചോദിക്കാനുള്ളൂ. ഇത് പച്ചയ്ക്ക് ചോദിക്കുകയാണ്. ഒരു സമയത്ത് ഞാൻ ഈ ചെങ്ങായി ഭയങ്കര വലിയ നേതാവാവും, അല്ല അടിപൊളി ആളാവും എന്നൊക്കെ വിചാരിച്ച് അത്യാവശ്യം നമുക്ക് ഉള്ള പൊളിറ്റിക്കൽ യൂത്ത് നേതാക്കന്മാരുടെ ഇടയിൽ ആൾ കൊള്ളാലോ. ഞാൻ ഈ ഒരു കേസ് വെച്ച് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഇത്രയും ഈ ദേഷ്യം വന്ന് ഞാൻ സംസാരിക്കുന്നത്.
ഇവൻ്റെ പല കേസുകളും അറിഞ്ഞത് കൊണ്ടാണ് ഈ ദേഷ്യം ഇവനോട്. മനസ്സിലായോ? ഇതിൻ്റെ പല കേസുകളും അറിയുമ്പോൾ നമുക്ക് പുറത്ത് വരുമോ ഇല്ലയോ ഒന്നും അറിയാൻ പാടില്ല. ഇപ്പം പല ന്യൂസ് ആങ്കേഴ്സും ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്ന പലരും രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്ന ഓരോരുത്തരും ഈ ഒരൊറ്റ കേസ് വെച്ചിട്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കണമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് ഒട്ടനവധി കേസുകൾ അവരുടെ ചെവിയിൽ കിട്ടി. ചിലപ്പോൾ ചിലർ തെളിവുകൾ കണ്ട് കാണും, ചിലർ ഇവൻ്റെ വായന തന്നെ കേട്ട് കാണും. അതുകൊണ്ടാണ് ഇവനോട് ഇത്രത്തോളം ദേഷ്യം എല്ലാവർക്കും വരുന്നത് എന്നുള്ളത് ദയവേത് പൊതുജനം മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത്. ഒന്ന്, പെൺകുട്ടി പറഞ്ഞത് പച്ചക്കള്ളമാണ്. കാരണം ഇനി ആദ്യം താങ്കൾക്കും കൂടി കൺവിൻസിംഗ് ആണെന്നൊരു കാര്യം പറയാം. താങ്കൾ ഇത്രയും പ്രമുഖനായ മാധ്യമ പ്രവർത്തകരാണ്. ഇന്ത്യയിൽ കല്യാണം ഒഴിയുക എന്നൊരു പരിപാടിയുണ്ടോ? ലോകത്തിൽ എവിടെങ്കിലും, ലോകത്തെ 194 രാജ്യങ്ങളിൽ കല്യാണം ഒഴിയുക എന്നൊരു പരിപാടിയുണ്ടോ? പ്ലീസ് പറയണം. കല്യാണം ഡൈവോഴ്സ് കേസ് കൊടുക്കാം. ഡൈവോഴ്സിന്റെ പല സാഹചര്യങ്ങൾ കോടതി പരിശോധിച്ച് ഈ ഗാർഹിക പീഡനമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഡൈവോഴ്സ് കൊടുക്കാം. സ്പെസിഫിക് ആയ ചോദ്യമാണ്. താങ്കളെ പോലെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു മാധ്യമപ്രവർത്തകരോട് വളരെ സിമ്പിൾ ആയ ചോദ്യമാണ്. കല്യാണം ഒഴിയുക എന്നൊരു പരിപാടി ഉണ്ടോ? എന്താണ് അങ്ങനെ ചോദിക്കാൻ കാര്യം? കാര്യം ആ പെൺകുട്ടി കല്യാണം ഒഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. 4 ദിവസം മാത്രമേ കല്യാണം, ആ പെൺകുട്ടിയുടെ മൊഴിയായി, പേര് പറയാൻ വിരോധമില്ലെങ്കിൽ മനോരമ അടക്കമുള്ള ഏറ്റവും മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്നത് 4 ദിവസമേ കല്യാണം നിലനിന്നുള്ളൂ. 1 മാസത്തിനകം കല്യാണം ഒഴിഞ്ഞു. 4 ദിവസം ഒരുമിച്ച് ജീവിച്ചു, ഗാർഹിക പീഡനമായിരുന്നു, പിന്നീട് 1 മാസത്തിനകം വിവാഹമോചിതയായി. അതായിരിക്കും ഉദ്ദേശിച്ചത്. അല്ല, 1 മാസത്തിനകം കല്യാണം ഒഴിഞ്ഞു എന്നില്ലേ? 1 മാസത്തിനകം. അതെ, അങ്ങനെയുണ്ട്. അപ്പം കല്യാണം ഒഴിയുക എന്നൊരു കാര്യം ഇന്ത്യയിലോ ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്തിലോ അങ്ങനെ ഒരു വകുപ്പുണ്ടോ? ഇവനോട് ഈ പറഞ്ഞു വെച്ച കല്യാണം ഒഴിയുക. അപ്പം നമ്മളെ നാട്ടിലൊക്കെ എന്താടാ കല്യാണം ഒഴിഞ്ഞോ? ഒഴിഞ്ഞു പോയി, ഇങ്ങനെ പറയുക. ഇനി ഇതാ ഞാൻ പറഞ്ഞത്, നേരത്തെ അരുൺകുമാർ പറഞ്ഞ സാധനം, കല്യാണം കഴിച്ചു, അവർ താലി കെട്ടി കല്യാണം കഴിച്ചു, രജിസ്റ്റർ ചെയ്ത് കാണില്ലടി, പിന്നെ അതിന് ഡിവോഴ്സ് ഉണ്ട്. ഒരു സാധനം രജിസ്റ്റർ ചെയ്യാനല്ലേ ഡിവോഴ്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ചിലപ്പോൾ അങ്ങനെയാണെങ്കിലോ, അങ്ങനെ ആവാലോ. സന്ദീപ് അവർ കല്യാണത്തിന് പോയി, ശരി, കല്യാണത്തിന് പോയി, കല്യാണം കഴിഞ്ഞിട്ട് അത് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ സന്ദീപ് വരെയൊക്കെ പോയി പറയാൻ പറ്റും? കല്യാണത്തിന് പോയാൽ ആയിരിക്കും അതിപ്പോൾ അവർക്കും അവരുടെ വീട്ടുകാർക്കല്ലേ പറയാൻ പറ്റൂ. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇതിനെക്കുറിച്ചൊരു അറിവ് ഉണ്ടാവുമല്ലോ. ഇവർ കല്യാണം കഴിഞ്ഞു, ഇവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലേ, ഇവരുടെ ബന്ധം എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് നല്ല അറിവുണ്ടാവും. ഇല്ലായിരിക്കും ഒരു വഴി ഞാൻ കാണുന്നില്ല. ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് അറിയുന്നുണ്ടാവും ഇവർ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഓക്കെ, ഇവൻ ആ പെൺകുട്ടിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ്, എൻ്റെ ഒരു കുട്ടി നിന്നിലുണ്ടായാൽ ഈ ബന്ധം എൻ്റെ വീട്ടിൽ പറയാം, അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ടെങ്കിലോ ആ ലേഡിയെ ആവാം. ഇവൻ പല രീതിയിലും കൺവിൻസ് ചെയ്യും, കൺവിൻസിങ് സ്റ്റാറാണ് അവൻ. പിന്നെ ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ പറയുന്നത്, ഈ ലോകത്ത് ഒരു രാജ്യത്തും എവിടെയും ബന്ധം ഒഴിഞ്ഞു, കല്യാണം ഒഴിഞ്ഞു പോയി എന്താ പറയുന്നത്? എന്താ എല്ലാം ഡിവോഴ്സ് എന്ന് പറയുമോ? എത്രയോ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരില്ലേ ഇപ്പോഴും അവർക്ക് മാരേജ് സർട്ടിഫിക്കറ്റും സാധനങ്ങളും കാണൂല, പള്ളിയിൽ നിന്ന് കല്യാണം കഴിച്ചവർ ഒരു പോക്കും. എത്രയോ പേര് അല്ലാതെ ഉണ്ട്, കല്യാണം കഴിച്ചിട്ട് ഒപ്പം ജീവിക്കുന്നുണ്ടാവും, സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല, അവർക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല, അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിലോ ഇവിടെ, അതവൻ മുതലെടുത്തതാണെങ്കിലോ ആവാം. അല്ലാതെ ഈ മുട്ടാപ്പോക്ക് സാധനങ്ങൾ കാണുന്ന 4 രാഹുൽ മാങ്കൂട്ടം ഫാൻസിനെ ത്രസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചാനലിൽ കയറിയിരുന്ന് പറയുമ്പോൾ രാഹുൽ ഈശ്വർ മനസ്സിലാക്കണം, താൻ ഈ ഒരു വാക്കുമ്പോൾ കയറി പിടിക്കുന്നുണ്ടല്ലോ, അത് പിടിക്കാൻ ബാക്കിയുള്ളവർക്കും പറ്റും. തന്നെപ്പോലെ അതേപോലെ കപ്പാസിറ്റി ബാക്കിയുള്ളവർക്കും ഉണ്ട്. അത് പല ന്യൂസ് ആങ്കേഴ്സും തന്നോട് തിരിച്ചടിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അത് പലർക്കും താൻ ഈ പറയുന്നൊരു വെട്ടുകിളി അറ്റാക്ക് സൈബർ സ്പേസിൽ കമൻറ്റ് ബോക്സിൽ താനും തൻ്റെ ടീമും അഴിച്ചു വിടുന്നത് ഇവർക്ക് കിട്ടുമെന്നുള്ള പേടി കൊണ്ടായിരിക്കും ഒരു പക്ഷേ തന്നോട് തിരിച്ചു ചോദിക്കാത്തത്. മനസ്സിലായില്ലേ? ഇത് രാഹുൽ ഈശ്വർ ഒരു സൈഡിൽ ഇരുന്നിട്ട് ഈ സോഷ്യൽ മീഡിയ വഴി ഇവൻ്റെ വക്കീൽ പരിപാടി എടുക്കുക. ഇവൻ വേറൊരു സൈഡിൽ കൂടി ഇതിന് വേറൊരു തലം, ഈ ലേഡി കല്യാണം കഴിഞ്ഞതും അതും ഇതും ഈ പെണ്ണ് ഇവനെ പെടുത്തിയ പോലത്തുള്ള സാധനങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷയെ കൊണ്ടുപോയി കൊടുക്കുക. എന്നിട്ട് ഏറ്റവും രസം എന്താ അറിയോ, തിരുവനന്തപുരത്ത് പോയിട്ട് ഈ ചങ്ങായി വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പോലീസും ഇത്രയും സിസ്റ്റമുള്ള സമയത്ത് ഇവിടെ നാട്ടിൽ ഏതെങ്കിലും രീതിക്ക് ഒരു പോലീസുകാർ കൈയാട്ടിട്ട് നിർത്താതെ പോയി കഴിഞ്ഞാൽ പെരയിൽ വന്ന് നട്ടപ്പാതിരയ്ക്ക് പൊക്കിക്കൊണ്ടുപോകും. നമ്മൾ വല്ല ഹെൽമെറ്റ് വെക്കാതെയോ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാതെയോ പോലീസുകാരെ കണ്ട് പേടിച്ചിട്ടായിരിക്കാം നിർത്താതെ പോവുക. വീട്ടിലൊന്ന് നോക്കും നട്ടപ്പാതിരയ്ക്ക്. ഇവനെപ്പോഴും കിട്ടിയിട്ടില്ല. ഞാനുണ്ട്. ഇതാണ് ഈ നാട്ടിലെ അവസ്ഥ. ഞാൻ വീണ്ടും പറയുന്നു, രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഈ മാങ്ങാണ്ടിയെ ഇവൻ്റെ ഈ ഒരൊറ്റ കേസ് കാരണമല്ല വെറുത്തു പോയത്. എനിക്ക് പേഴ്സണലി എൻ്റെ കാര്യം പറയുന്നത്, ഇവൻ്റെ പല കേസുകളും
വളരെ വളരെ ഇവൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്നും പാർട്ടിക്കാരിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും ഇവനെ നന്നായിട്ട് അറിയുന്നവരിൽ നിന്നും ഇവൻ്റെ കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഇവനെ കണ്ട കാർക്കിച്ച് തുപ്പാനുള്ള അത്രയും വെറുപ്പിന് ഇവനോടുണ്ട്. ഉള്ള കാര്യം പറയാലോ, അതിന് മുകളിൽ തന്നെയാണ് ഇങ്ങനത്തെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തത്. കാരണം ഇവനെ ഇതിൻ്റെ മുകളിലെങ്കിലും ഇത് നിർത്തിച്ചില്ലെങ്കിൽ, ഇവൻ ഇതിൻ്റെ മുകളിലെങ്കിലും ഈ പരിപാടിക്ക് ഒരു എൻഡ് ഇട്ടില്ലെങ്കിൽ, ഇവൻ ഇതിലും ജയിച്ച് മുന്നോട്ട് പോയാൽ പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല.